രണ്ട് സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക 48 സെന്റിമീറ്റർ. രണ്ട് സമചതുരങ്ങൾ വേണം. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. ഇത് ഒന്നാമത്തെ സമചതുരം. ഇനി രണ്ടാമത്തെ സമചതുരം കുറച്ചുകൂടി വലുതാണല്ലോ. ഇത് പക്ഷേ ചതുരമായി പോയി കോട്ടെ. ഇനി രണ്ട് സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക 48. ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം മറ്റേ സമചതുരത്തിന്റെ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം എക്സും വൈയും ആയാൽ സമവാക്യങ്ങൾ എഴുതുക. ഇതിന്റെ വശത്തിന്റെ നീളം എക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് സമചതുരാക്കാൻ നമുക്ക് ഇങ്ങനെയാക്കാം. ഓക്കെ, വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് അത് എത്രയായിരിക്കും? ഒരു ചതുരത്തിന്റെ ചതുരല്ല സമചതുരം, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വശത്തിന്റെ 4 ഇരട്ടി ആയിരിക്കും. അപ്പോൾ 4x എന്ന് കിട്ടും. രണ്ടാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവോ? 4y ആയിരിക്കും. ഇനി ഒന്നാമത്തെ നിഗമനം പ്രകാരം ചുറ്റളവുകളുടെ തുക 48 ആണ്. അപ്പോൾ നമുക്ക് ഒന്നാം സമവാക്യം 4x + 4y അത് 48 ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് x + y 12 എന്ന് കിട്ടും. അതായത് 4 കൊണ്ട് ഹരിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത് പറയുന്നത് ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം മറ്റേ സമചതുരത്തിന്റെ വശത്തേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? രണ്ടാമത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം y എന്ന് പറയുന്നത് ഒന്നാമത്തെ വശത്തിന്റെ നീളമായ എക്സിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ y = x + 2 എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഓക്കെ, ഇനി നമുക്ക് ഇത് y x + 2 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാലോ? അപ്പോൾ നമുക്ക് x + yക്ക് പകരം x + 2 എന്ന് എഴുതാം. അത് 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2x + 2 12 എന്ന് കിട്ടും. അതിൽ നിന്നും 2x 10 ആണെന്ന് കിട്ടും. 12 - 2 10. അപ്പോൾ x എന്തായിരിക്കും? 10/2, അതായത് 5 ആയിരിക്കും. ഇനി x 5 ആയാൽ സമവാക്യം 2 പ്രകാരം y എന്തായിരിക്കും? 5 + 2, അതായത് y 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമായി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വശങ്ങളുടെ നീളം 5ഉം 7ഉം കിട്ടും. ഇനി സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? x + y 12 എന്ന് പറയുന്നത് ഒന്നാമത്തെ സമവാക്യവും y x + 2 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യവും. ഓക്കെ, ഇത് ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.
ആദ്യത്തെ സമചതുരത്തിന്റെ നീളം 5 ആയതുകൊണ്ട് നമുക്ക് ചുറ്റളവ് എത്ര കിട്ടും? 5 × 4 20. രണ്ടാമത്തതിന്റെ വശം 7 ആയതിനാൽ ചുറ്റളവ് 7 × 4 28. അത് രണ്ടും കൂട്ടിയാൽ 48. അപ്പോൾ ഒന്നാമത്തെ നിഗമനം ശരിയാണ്. രണ്ട് സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക 48. ഇനി ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 7 ആണ്. അത് 5നേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ നിഗമനവും ശരിയാണ്. ഓക്കെ.